കുട്ടികളെ കൊല്ലുന്ന നരഭോജികളെ പിന്തുണക്കുന്ന അധ്യാപകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ണു തുറന്ന് കാണുക, ദാ ഈ വീഡിയോ കാണുക, എന്നിട്ട് പ്രതികരിക്കാം. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. മൈം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അധ്യാപകൻ കർട്ടൻ താഴ്ത്തി. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആദ്യം കർട്ടനിട്ട അധ്യാപകനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. 1946 ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 9-നും അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും നടത്തിയിട്ടുള്ള വേട്ടയാടലിനെ കുറിച്ചിട്ട് നിങ്ങൾ ഈ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത അധ്യാപകരല്ലേ? എല്ലാ വർഷവും ഓഗസ്റ്റ് 6-ാം തീയതി ഹിരോഷിമ ദിനം എന്ന പേരിൽ ഞാനടക്കം നിങ്ങളടക്കം വേദനയോട് കൂടിയിട്ട് അനുസ്മരിക്കുന്ന നാഗസാക്കിയിലെയും ഹിരോഷിമയിലും നടന്ന അമേരിക്കയുടെ അണുബോംബിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ പെട്ടുപോയ നിരപരാധികളായിട്ടുള്ള കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചിട്ട് നമ്മൾ സങ്കടത്തോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കാറില്ലേ? നിങ്ങളും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ആ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഗസയിൽ കൊല ചെയ്യപ്പെടുന്ന ഇസ്രയേലിൻ്റെ മിസൈൽ ആക്രമണത്തിൽ ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമായി തെറിച്ചു പോകുന്ന ആ കുട്ടികളെ കുറിച്ചിട്ട് നിങ്ങൾ പഠിപ്പിച്ച ആ കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പൊള്ളുന്നതിൻ്റെ കാരണം എന്താണ്? അധ്യാപകരെ, അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിഗണനയിൽ നിന്നുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഇരകളാക്കപ്പെട്ട ആ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ വേദനിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മനോനില അപകടമാണ്. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും കുട്ടികൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾ ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപടക്കം കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ കഥ പറയാൻ മടിയുണ്ട് എങ്കിൽ മാഷേ, അത് അപകടമാണ് കേട്ടോ. ആ മനോനില ഈ മണ്ണിൽ ചെലവഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വ്യക്തമായ മറുപടി തരാൻ ആ കുട്ടികൾ തന്നെ അവിടെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ കുട്ടികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. നിങ്ങൾ കളിക്കട മക്കളെ, കൂടെ ഞങ്ങളുണ്ട്.